ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞങ്ങൾ ഇന്ന് എടത്വ പള്ളിയിൽ പെരുന്നാൾ കൂടാൻ പോകുന്നൊരു വീഡിയോ ആണ് ചെയ്യുന്നത്. അങ്ങനെ ഞങ്ങൾ ദേ എടത്വ പള്ളിയുടെ ഫ്രണ്ടിലെത്തിയിട്ടുണ്ട്. ഇതാണ് എടത്വ പള്ളിയുടെ ഫ്രണ്ടേജും കാര്യങ്ങളൊക്കെ. അങ്ങനെ ഞങ്ങൾ ദേ നേരെ എടത്വ പള്ളിയിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് അവിടെ തന്നെ സ്കൂളുള്ളതുകൊണ്ട് സ്കൂൾ ഗ്രൗണ്ടിൽ തന്നെ നമുക്ക് പാർക്ക് ചെയ്യാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ സ്കൂൾ ഗ്രൗണ്ടിൽ കൊണ്ട് അപ്പം ഞങ്ങൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് നേരെ ഇനി പള്ളിയിലോട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പം ഞങ്ങൾ പാർക്ക് ചെയ്ത് അവിടുന്ന് കുറച്ച് നടന്ന് പോകണം പള്ളിയിലോട്ട്, ഫ്രണ്ടേജിൽ കൂടെ കയറണമെങ്കിൽ. അപ്പം ഞങ്ങൾ വിചാരിച്ച് കടയുടെയൊക്കെ ഉള്ളിൽ കൂടെ തന്നെ പോകാമെന്ന് പള്ളിയിലോട്ട്. അപ്പോൾ കടയിലെ കുറച്ച് കാഴ്ചകളൊക്കെ കാണാമെന്ന് വിചാരിച്ച് കയറി. അവിടെ ചെന്നപ്പോൾ കണ്ടതാണ് 20 രൂപ 30 രൂപ പാത്രം എന്നൊക്കെ പറഞ്ഞിട്ട് ലേഡീസ് ഐറ്റംസ് ഒക്കെ പറഞ്ഞിട്ട് കുറേ ഇത് കണ്ടായിരുന്നു. അപ്പോൾ അവിടെ ചെന്നപ്പോൾ നല്ല കുഞ്ഞു പാത്രമൊക്കെ കണ്ടു. അപ്പോൾ പുള്ളിക്കൊക്കെ പറ്റിയ കുഞ്ഞി പാത്രം, സ്പൂണ്, തവി, അതും ഇതും എല്ലാം ഉണ്ടായിരുന്നു. ഒരുവിധപ്പെട്ട എല്ലാ സാധനവും വീട്ടമ്മമാർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള എല്ലാ സാധനവും ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഈശോയുടെ മാതാവിൻ്റെ ഒക്കെ കണ്ട് കുഞ്ഞി കുരിശൊക്കെ കണ്ട് അത് നല്ല രസമുണ്ടായിരുന്നു. പിന്നെ മെഴുകുതിരി വെക്കാൻ പറ്റുന്ന ഗ്ലാസ് ടൈപ്പിലെ സ്റ്റാൻഡ്, അതൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു. അതിന് ശേഷം ഞങ്ങളിത് നേരെ പള്ളിയിലെത്തിയിട്ടുണ്ട്. പള്ളി ഗ്രൗണ്ടിൽ എത്തുമ്പോഴത്തേക്കും വേറൊരു വൈബാണ്. സത്യം പറഞ്ഞാൽ ഒരു പോസിറ്റീവ് എനർജി നമുക്ക് അപ്പോൾ തന്നെ ഒരു പോസിറ്റീവ് എനർജി കിട്ടും. പിന്നെ ഒരു സങ്കടമാണോ സന്തോഷമാണോ എന്താ പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഫീലിംഗാണ്. അതിൻ്റെ ഇടയ്ക്ക് ഭക്തിഗാനമൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കേൾക്കുമ്പോൾ നമുക്ക് ഒന്നും കൂടി നമ്മുടെ മനസ്സിൽ നമുക്ക് വിഷമങ്ങളൊക്കെ നമുക്ക് പറയാനും നല്ലവർക്ക് പ്രാർത്ഥിക്കാനും ഒക്കെ തോന്നും. അങ്ങനെ നല്ലൊരു ഇതായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങളിത് പള്ളിയുടെ ഇലുമിനേഷൻ വർക്കിനെ കുറിച്ച് പറയാൻ വയ്യ, നല്ല രസമാണ്, എല്ലാം അടിപൊളിയാണ്. അതിനുശേഷം അപ്പവും അനുസരണവും കൂടെ നേർച്ച മേടിച്ചിട്ടുണ്ടായിരുന്നു, അത് വെക്കാനായിട്ട് പോയി. അതിനുശേഷം ഞങ്ങൾ പള്ളി ചുറ്റി ഒന്ന് കറങ്ങി പള്ളിക്ക് വലമൊക്കെ വെച്ച് വന്നതിന് ശേഷം കുറച്ച് നേരം അവിടെ നിന്ന് കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിച്ചു. അതിനുശേഷം ഞങ്ങൾ വീട്ടിലോട്ട് മടക്കാമെന്ന് തീരുമാനിച്ച് നേരെ പോരുമായിരുന്നു. അപ്പോൾ അപ്പൂനും കളിപ്പാട്ടമൊക്കെ വാങ്ങണമായിരുന്നു, പിന്നെ എനിക്ക് കുറച്ച് സാധനം മേടിക്കണമായിരുന്നു. അങ്ങനെ പിന്നെ നമ്മൾ വീണ്ടും ആ കടകളുടെ ഉള്ളിലോട്ട് പോയി. വീഡിയോ ചെയ്യുന്നതിൽ ചെറിയ തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കണം. എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് കാണുന്നിടം വരെ ബൈ.